ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മളിവിടെ നമുക്ക് ആവശ്യമില്ലാത്ത തുണികൾ വെച്ചിട്ട് നല്ല ഭംഗിയുള്ള ബട്ടൺസ് എങ്ങനെയാണ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഒരു ബട്ടൺ ചെയ്തെടുക്കാൻ അധിക സമയത്തിനൊന്നും ആവശ്യമില്ല, മിനിറ്റുകൾ മാത്രം മതി. പ്ലെയിൻ ആയിട്ടുള്ള ഫാബ്രിക്കിൽ നിന്നും പ്രിൻ്റഡ് ആയിട്ടുള്ള ഫാബ്രിക്കിൽ നിന്നൊക്കെ നമുക്ക് ഇതുപോലെയുള്ള ബട്ടൺസ് ചെയ്തെടുക്കാൻ കഴിയും. ഇതുപോലെയുള്ള ചെറിയ ബീഡ്സും നമ്മുടെ കയ്യിൽ ആവശ്യമില്ലാത്ത ക്ലോത്തും മാത്രം മതി നമുക്ക് ഈ ഒരു ബട്ടൺ ചെയ്തെടുക്കാൻ. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ആദ്യമേ തന്നെ ചെറിയൊരു പീസ് ഫാബ്രിക് ഇവിടെ എടുത്തിട്ടുണ്ട്. 6 ഇഞ്ച് വീതിയും 7 ഇഞ്ച് നീളവും മാത്രമുള്ള ഫാബ്രിക്കാണിത്. ഇതിൽ നിന്നും ഞാനിവിടെ കുറച്ച് പീസുകൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. 2 ഇഞ്ച് നീളവും 2 ഇഞ്ച് വീതിയുമുള്ള കുറച്ച് പീസുകൾ, നമുക്ക് എത്രത്തോളം ബട്ടൺ വേണോ അത്രത്തോളം പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ബട്ടൺ ഇതിൽ അല്പം വലിപ്പം കുറവോ അല്ലെങ്കിൽ കൂടുതലോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ട് ഈ ഒരു സ്ക്വയർ പീസ് വലിപ്പം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് 2 ഇഞ്ച് നീളവും 2 ഇഞ്ച് വീതിയുമുള്ള ഫാബ്രിക്കാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇപ്പോൾ കോട്ടൻ്റെ ഫാബ്രിക് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. നമുക്ക് ഏതൊരു മെറ്റീരിയലിലും ഇതേ രീതിയിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇതിൽ നിന്ന് 2 പീസ് ഞാൻ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് മടക്കി അതിനെ വീണ്ടും ഒന്നുകൂടി മടക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അരികു വശം ഒന്ന് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു രീതിയിൽ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് ആ ഒരു ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഓപ്പണായി കിടക്കുന്ന ഭാഗമാണ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നത്. കണ്ടില്ലേ? ഇപ്പോൾ നമുക്ക് ഒരു വൃത്താകൃതിയിലാണ് നമ്മുടെ പീസിനെ കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ടത് സൂചിയും നൂലുമാണ്. നമ്മുടെ സൂചിയുടെ അകത്ത് നൂല് 2 ഇട ഇട്ടിട്ടാണ് ഞാനിവിടെ കോർത്തെടുത്തിട്ടുള്ളത്. ഓക്കെ, 2 സ്റ്റാൻഡ് വെച്ചിട്ടാണ് കോർത്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ അവസാന ഭാഗം കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വൃത്താകൃതിയിലുള്ള ഒരു പീസ് എടുത്തതിന് ശേഷം ഈ ഒരു പീസിൻ്റെ ചുറ്റിലും ഇതുപോലെ ഒരല്പം വിട്ട് ചുറ്റിലും ആ റൗണ്ട് ഷേപ്പിൽ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പോകുകയാണ് വേണ്ടത്. റണ്ണിങ് സ്റ്റിച്ചാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. കണ്ടില്ലേ? ഈ ഒരു രീതിയിൽ നമുക്ക് ഈ ഒരു ഫാബ്രിക്കിന് ചുറ്റിലും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എവിടെ നിന്നാണോ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങിയത് അതിനേക്കാൾ ഒരല്പം മുന്നിലേക്കായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നിർത്തിയെടുക്കുക. ഇവിടെ ഇപ്പോൾ നമ്മൾ കെട്ടൊന്നും ഇട്ട് കൊടുക്കാൻ പാടില്ല. ജസ്റ്റ് ഇതുപോലെ വെച്ചതിന് ശേഷം നമുക്ക് കുറച്ചധികം ചെറിയ തുണി പീസുകൾ ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കാതെ വെച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു ഫാബ്രിക് എടുക്കുക. അതിനുശേഷം അതിനെ വളരെ എത്രത്തോളം ചെറുതായിട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാൻ കഴിയും അത്രത്തോളം ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ സെയിം മെറ്റീരിയൽ തന്നെ വേണമെന്നില്ല കേട്ടോ. നിങ്ങളെ കയ്യിൽ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഏതൊരു മെറ്റീരിയലും ഇതുപോലെ ഒന്ന് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ഈ ഒരു പീസ് നമ്മൾ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു ഫാബ്രിക്കിൻ്റെ അകം വശത്ത് വെച്ചിട്ട് ഫില്ല് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിനെ ഒന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് പിടിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കയ്യിൽ വെച്ച് നോക്കാം നമുക്ക് എത്രത്തോളം ബട്ടന് വലിപ്പം വേണം എന്നുള്ളത്. ആ ഒരു നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള പീസിനെ ഒന്ന് കയ്യിൽ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു കണക്ക് കിട്ടും. പിന്നെ നിങ്ങൾ 2-3 തവണ ഇതുപോലെ ബട്ടൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ഐഡിയ വരും കേട്ടോ. ആദ്യത്തെ ബട്ടൺ തന്നെ ചെയ്ത് നോക്കുമ്പോൾ ഈ ഒരു അളവ് കിട്ടണം എന്നില്ല. കണ്ടില്ലേ? ഇതുപോലെ ഒന്ന് അകത്തേക്ക് വെച്ചെടുത്തതിന് ശേഷം ഇവിടെ ഇപ്പോൾ നമ്മുടെ ഫാബ്രിക്കിൻ്റെ ചീത്ത വശത്ത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കട്ട് പീസുകൾ വെച്ചെടുക്കുന്നത്. ഓക്കെ, അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഒരു വിരൽ ഇതിൻ്റെ അകത്തേക്ക് വെച്ച് പ്രസ് ചെയ്തതിന് ശേഷം ആ നൂലൊന്ന് ടൈറ്റായിട്ട് വലിച്ചെടുക്കുക. അപ്പോൾ തന്നെ നമുക്ക് ആ ഒരു ബട്ടൻ്റെ വലിപ്പം എത്രത്തോളം ഉണ്ട് എന്നും എക്സ്ട്രാ ഉള്ള ഫാബ്രിക് ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് നിന്ന് പുറത്തേക്ക് എടുക്കാം. അതല്ല കുറച്ചുകൂടി വെച്ച് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു ഗ്യാപ്പിലൂടെ അകത്തേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാനും കഴിയും. അതേ ഞാനിവിടെ ഏകദേശം ഒരു വലിപ്പത്തിൽ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ പിറകുവശം നന്നായി തന്നെ ഒന്ന് ടൈറ്റ് ചെയ്തെടുക്കാം. ഒരു 2-3 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഒന്ന് തുന്നിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ പിറകുവശം നന്നായി തന്നെയാണെന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അലൂമിനിയത്തിൻ്റെ കേസ് വാങ്ങിയിട്ട് ഫാബ്രിക് ബട്ടൺ ചെയ്തെടുക്കില്ലേ, ആ ഒരു രീതിയിലാണ് നമുക്ക് ഇതിനെ ആദ്യമേ തന്നെ
കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ ഈ ഒരു രീതിയിൽ വെച്ചിട്ട് ചെയ്തെടുക്കേണ്ടവർക്ക് ഇങ്ങനെ ചെയ്തെടുക്കാം. അലൂമിനിയത്തിൻ്റെ കേസിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് ചെയ്തെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ കട്ട് ചെയ്യുന്ന ഫാബ്രിക് എത്രത്തോളം ചെറുതാക്കാൻ കഴിയുന്നു അത്രത്തോളം നന്നായി തന്നെ നമ്മുടെ ബട്ടൺ കിട്ടും എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് ഇപ്പം നമ്മൾ റൗണ്ട് ഷേപ്പിലാണല്ലോ ബട്ടൺ ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ നമ്മുടെ ബട്ടൺ ആണെങ്കിൽ നമ്മളിതേ ഈ ഒരു ഷേപ്പിലാണ് ഇതിലൂടെ തുന്നിയെടുക്കേണ്ടത്. ഓരോ തവണ സെൻറ്റർ ഭാഗത്ത് നിന്നും നമ്മൾ ഇതുപോലെ ആദ്യം ഒരു പ്ലസ് മോഡൽ തുന്നിയെടുക്കുക. അതിനുശേഷം നമുക്ക് വീണ്ടും ഇതുപോലെ 8 തവണ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഒന്ന് നമ്മുടെ നീഡിൽ ഇതുപോലെ മുകൾ വശത്തേക്കായിട്ടൊന്ന് കുത്തിയെടുക്കാം. അതിനുശേഷം നമുക്കിതിൻ്റെ ഏതെങ്കിലും ഒരു വശത്തേക്ക് നൂല് പിടിച്ചിട്ട് നമ്മൾ വീണ്ടും സെൻറ്ററിലൂടെ തന്നെ പിറകു വശത്തിലൂടെ തന്നെ ഫ്രണ്ടിലേക്ക് ഇതുപോലെ ഒന്ന് നമ്മുടെ നൂലിനെ വലിച്ച് ടൈറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ നമ്മളിപ്പോൾ ഏതൊരു ഭാഗത്താണോ തുന്നിയെടുത്തത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നമുക്കിതേ ഒരു ലൈനൊക്കെ വരച്ചെടുക്കുന്ന രീതിയിൽ ഈ ഒരു രീതിയിൽ തന്നെ നമുക്കൊന്ന് തുന്നിയെടുക്കാം. ഓക്കെ, അതിനുശേഷം നമുക്ക് ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞ ഒരു പ്ലസ് വരുന്ന രീതിയിൽ നമുക്കിതിനെ ആദ്യം തന്നെ ഒന്ന് തുന്നിയെടുക്കാം. അപ്പോൾ ഓരോ തവണ നമ്മൾ തുന്നിയെടുക്കുമ്പോഴും നമ്മളിതിൻ്റെ പിറകിൽ നിന്നും സെൻറ്റർ ഭാഗത്തിലൂടെ മുകൾ വശത്തേക്ക് ആണ് തുന്നിയെടുക്കുന്നത്. എന്നിട്ട് ആ ഒരു ഭാഗത്തുള്ള നൂലിനെ നമ്മൾ നന്നായി തന്നെ ഒന്ന് ടൈറ്റ് ചെയ്തെടുക്കുകയും കൂടി വേണം. ഓക്കെ, അപ്പോൾ നമ്മൾ തുന്നിയതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും നമ്മളിതേ രീതിയിൽ തന്നെ ഒന്ന് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 4 ലൈനായിട്ട് നമ്മൾ ചെയ്തെടുത്തു. ഇനി നമുക്കിതിൻ്റെ എല്ലാത്തിൻ്റെയും സെൻറ്റർ ഭാഗത്തിലൂടെയും നമുക്കൊന്ന് ഇതേ രീതിയിൽ തന്നെ പിറകിൽ നിന്നും സെൻറ്റർ ഭാഗത്തിലൂടെ മുകളിലേക്ക് നൂല് ഇതുപോലെ തന്നെ ഒന്ന് തുന്നി ടൈറ്റ് ചെയ്ത് വലിച്ചെടുക്കണം. അപ്പം നിങ്ങൾക്കൊരു കൺഫ്യൂഷനും വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഒട്ടും തന്നെ സ്പീഡ് കൂട്ടാതെ ചെയ്യുന്നത്. ഓക്കെ, ഓരോ തവണ ഇതേ രീതിയിൽ നമുക്ക് ആ ഒരു നൂലിനെ നമ്മുടെ വിരൽ കൊണ്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുത്ത് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ കയ്യിൽ പ്രിൻ്റ് വെച്ചിട്ടുള്ള ഫാബ്രിക്കൊക്കെ ബാക്കിയായിട്ടുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ബട്ടണൊക്കെ ചെയ്തെടുക്കുകയാണെങ്കിൽ പ്ലെയിൻ മെറ്റീരിയൽ വെച്ചിട്ട് നമ്മൾ ചുരിദാറോ അല്ലെങ്കിൽ ഫ്രോക്കൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇതുപോലെയുള്ള ഫാബ്രിക് ബട്ടൺ നമുക്ക് അതിന് മുകളിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും കാണാൻ. അപ്പോൾ നമ്മളിവിടെ 8 തവണ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തിലൂടെ ഒരു മുത്ത് കോർത്തെടുക്കാം. ഓക്കെ, 8 തവണ സ്റ്റിച്ച് ചെയ്ത് ഈ ഒരു ഷേപ്പ് കിട്ടിയതിന് ശേഷം ഇതിൻ്റെ മുകൾ വശത്തായിട്ട് ജസ്റ്റ് ഒരു മുത്ത് ഞാനിവിടെ തുന്നി എടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം ഞാനിവിടെ നമ്മുടെ മുത്തിനെ നന്നായി തന്നെ അവിടെ ഒന്ന് ടൈറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഓക്കെ, ഇതുപോലെ ടൈറ്റ് ചെയ്ത് തുന്നിയെടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ നീഡിലിനെ സെൻറ്റർ ഭാഗത്തിലൂടെ തന്നെ മുകൾ വശത്ത് നിന്നും താഴേക്ക് ഇതുപോലെ ഒന്ന് കുത്തി താഴ്ത്തി ഇറക്കാം. എന്നിട്ട് പിറകു വശത്തിൽ നന്നായി കെട്ടിട്ട് കൊടുക്കണം. ഓക്കെ, ഒരു 2-3 തവണ കെട്ടിട്ട് കൊടുത്തോളൂ. നമ്മുടെ ഫാബ്രിക് ബട്ടൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എക്സ്ട്രാ വരുന്ന നൂലിനെ കട്ട് ചെയ്ത് മാറ്റാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മിച്ചം വന്നിട്ടുള്ള തുണികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെയുള്ള ബട്ടൺസ് ഉണ്ടാക്കി നോക്കണം. നല്ല ഭംഗി ഉണ്ടാവും കാണാൻ. അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ ഒത്തിരി കാശ് കൊടുത്തിട്ടില്ലേ ഫാബ്രിക് ബട്ടണൊക്കെ വാങ്ങിയെടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ കയ്യിലാണെങ്കിൽ സമയവും ഉണ്ട്, നമ്മുടെ ആവശ്യമില്ലാത്ത ഫാബ്രിക്കും കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ചെയ്യുന്നത് തന്നെയാണ് നമുക്ക് ലാഭം. ഓക്കെ, അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും എന്നെ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ബട്ടൺ ഞാൻ ഇതിനു മുമ്പ് ഒരു നൈറ്റിയുടെ നെക്കിന് വേണ്ടി ചെയ്തെടുത്തതായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് കണ്ടോളൂ. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ചൊരു ഐഡിയ ഉള്ള ആളുകളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫാബ്രിക് ബട്ടൺ ഇതുപോലെ ഉണ്ടാക്കി എടുത്തതിന് ശേഷം കുറച്ച് കട്ട് പീസുകൾ കൂടി എടുത്തിട്ട് പേപ്പർ ഷുഗർ വെച്ചിട്ട് ഇതുപോലെയൊക്കെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. ഞാൻ ജസ്റ്റ് ഒരു ഡെമോ കാണിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ
ഐഡിയക്ക് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാം. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും.